ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 14 കപിലാവതാരം ശ്ലോകം 5. സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ട സമകാത് കർദമമാഗതി പ്രതീക്ഷം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. സമനു അവിടെ വിസർഗം, ശതരൂപയ വിസർഗമില്ലാതെയും ചൊല്ലാം. ഈ ഷാന്ന് ഡബിളായിട്ട് ചൊല്ലിയാൽ മതി. സമനുശതരൂപയ അങ്ങനെ ചൊല്ലിയാലും മതി. മഹിഷ്യ ഷ്യ നാവാള ചിഹ്നം ദീർഘം അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ഈ 2 ലൈനിലും നീട്ടിയിട്ടാണ്. മഹിഷ്യ ഗുണവത്യ സുതയ ച ദേവഹൂത്യ. ദേവഹൂതിന്ന് കപില ഭഗവാന്റെ അമ്മയുടെ പേരാണ്. അച്ഛൻ്റെ പേര് കർദമൻ എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു. അമ്മയുടെ പേര് ദേവഹൂതി. ഭവതീരിത നാരദോപദിഷ്ട അവിടെ ലാസ്റ്റിൽ വിസർഗമുണ്ട്, അപ്പം അങ്ങനെ നിർത്തണം. ഈ ലൈൻ ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധീരിത ദീ എന്നുള്ള അക്ഷരം മൃദുവായിട്ട് പറയണം. ത എന്നുള്ളത് ഫസ്റ്റിലത്തെ. നാരദോപദിഷ്ട നാരദോ എന്നുള്ളത് മൃദുവായിട്ട് പറയാനുള്ളതാണ്. നാരദോപദി ദി എന്നുള്ളതും മൃദുവായിട്ട് പറയണം. ഇഷ്ട അവിടെ വിസർഗമുണ്ട്, അപ്പം അങ്ങനെ നിർത്തണം. സമഗാത് കർദമമാഗതി പ്രതീക്ഷം. കർദമ ദ എന്നുള്ളത് 2 ദ എന്ന് ചേർന്നതാണ്, അപ്പം മെല്ലെ നൂന്നി പറയണം. കർദമമാഗതി പ്രതീക്ഷം. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം, മുറുക്കണ്ട്. പ്രതീക്ഷം അങ്ങനെ നിർത്താം. സമനു ശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ട സമഗാത് കർദമമാഗതി പ്രതീക്ഷം. അടുത്തത് 6ാമത്തെ ശ്ലോകം. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. മനുന ഉപഹൃതാം അതാണ് മനുനോപഹൃതാം. ഹൃ എന്നുള്ളത് ഹ നെയ്തി പാതി എന്നുള്ളു കൊടുക്കുമ്പോൾ അത് ഹൃ എന്നാവും. ഫുള്ള മേലെ കയറ്റുമ്പോൾ ഹ്ര എന്നാവും. നമ്മൾ നിറയെ ശ്ലോകങ്ങളിൽ പഠിച്ചു അത്. ഹൃന്നും ഹ്രാന്നും കൃന്നും ക്രാന്നും അങ്ങനെയൊക്കെ നിറയെ പഠിച്ചു. അതേപോലെ തന്നെയാണ് ഇതും. ഹൃ എന്നുള്ളത് പാതി എന്നുള്ളു കൊടുക്കുമ്പോൾ ഹൃ എന്നാവും. മനുനോപഹൃതാം താം എന്നുള്ളത് നീട്ടിയിട്ട് മുറുക്കം താന്ന് ഫസ്റ്റിലത്തെ താന്നാണ്. ച ദേവഹൂതിം ദേവഹൂ എന്ന് നീട്ടിയിട്ട് തിം. ദ എന്നുള്ളത് ദയയുടെ ദ എന്നാണ്. ദേവഹൂതിം. തരുണീരത്നം അവാപ്യ അതാണ് തരുണീരത്നം അവാപ്യ. തരുണീരത്ന ത് എന്നാണ് എന്നാണ്. മവാപ്യ കർദമോസൗ കർദമ അസൗ അത് ചേർത്തെഴുതുമ്പോൾ കർദമോസൗ. ഇവിടെ അവഗ്രഹ ചിഹ്നമുണ്ട്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ആ എന്നുണ്ട് എന്ന്. പക്ഷെ ചേർത്ത് ചൊല്ലിയാൽ മതി. കർദമോസൗ അങ്ങനെ ചൊല്ലിയാൽ മതി. കർദ ഋദ എന്നുള്ളത് 2 ദ എന്നുണ്ട്, ഒന്നൂന്നി പറയണം മെല്ലെ. കർദമോസൗ ഭവദർച്ചന നിർവൃത അപി. ഭവത് അർച്ചന നിർവൃത അപി അതെല്ലാം കൂടി ചേർത്തിട്ട് ഭവദർച്ചന നിർവൃതോപി. ഇവിടെ അതേപോലെ തന്നെ അവഗ്രഹ ചിഹ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നീട്ടിയിട്ട് പി എന്ന് പറഞ്ഞാൽ മതി. നിർവൃതോ എന്ന് പറഞ്ഞിട്ട് പി എന്ന് പറഞ്ഞാൽ മതി. ആ എന്ന് പ്രത്യേകം പറയണ്ട.
ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭവദർച്ചന നിർവൃ വൃ എന്ന് കണ്ടില്ലേ, ഹൃ എന്ന് എഴുതിയ പോലെ തന്നെ വൃ, പാതിന്ന് ഉള്ളു കൊടുത്തിട്ടുണ്ട്, അപ്പം അത് വൃ. തസ്യാം സ്യാം നവള ചിഹ്നം ദീർഘം മുർക്കം അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ദൃഢ ദൃഢ ശുശ്രൂഷണയ ദൃ, ഇവിടെ അതുപോലെ തന്നെ ദ എന്ന് എഴുതിയിട്ട് പാതിന്നുള്ളിൽ കൊടുത്തിട്ടുണ്ട്, അപ്പം അത് ദൃഢ. ട ഠ ഡ ഠ, ആ ഠ എന്നാണിത്. നാലാമത്തെ ഠ എന്നാണ്, കുറച്ച് ഊന്നി പറയണം. ദൃഢ ശുശ്രൂഷണയ ശുശ്രൂഷണയ ദഥൗ, ദ എന്നുള്ളത് ദയയുടെ ദ എന്നാണ്. ദഥൗ, ഥ എന്നുള്ളത് ധനത്തിൻ്റെ, അപ്പോൾ അത് കുറച്ച് ഊന്നി പറയണം. ദഥൗ പ്രസാദം പ്രസാദം, ദ എന്നുള്ളത് ദയയുടെ ദ എന്നാണ്. പ്രസാദം, അങ്ങനെ നിർത്താം. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദഥൗ പ്രസാദം. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.